എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് സാധനം തരാൻ പറ്റത്തില്ല. ഇപ്പൊ ഇങ്ങോട്ട് തന്നല്ലേ ഉള്ളൂ. 2 ദിവസം എന്തായാലും എടുക്കും. അല്ല അത്യാവശ്യമായിരുന്നു. എത്ര അത്യാവശ്യമായാലും ഒരു കാര്യം നടക്കത്തില്ല. നമുക്ക് ഇവിടെ ഒരുപാട് പരിപാടിയാണ്. നമുക്ക് ഒരുപാട് ഹെഡ് വെയിറ്റ് ഉണ്ട്. ഭയങ്കര പവറുള്ള ആൾക്കാർ. അങ്ങനെ പെട്ടെന്ന് എടുത്ത് തരാൻ പറ്റില്ല. നോക്കാൻ പറ്റത്തില്ല. 2 ദിവസം കഴിയാൻ ഒന്നും പറ്റത്തില്ല. അത്യാവശ്യം അവിടെ എന്തൊരാൾക്കൂട്ട് പരിചയമില്ലാത്തവർക്ക് നിൽക്കുന്നല്ലോ. ചേട്ടാ എന്റെ 2-3 ഡീറ്റെയിൽസേ ഉള്ളൂ. ഇത് വെച്ച് എങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ടാക്കുന്നത്? ഉള്ള ഡീറ്റെയിൽസ് ഞാൻ ഉണ്ടാക്കി തരാം. ചെയ്തു തരൂ. ചേട്ടൻ അങ്ങനെ അറിയോന്ന് അറിയത്തില്ല. ഇത് ആയുർവേദപരമായിട്ട് ഒരു സംഭവം. ചേട്ടൻ മാറ്റർ എന്നാ മതി, ഞാൻ ഉണ്ടാക്കി തരാന്ന്. തരാം. അല്ല ഈ ചാറ്റ് ജിപിടിക്ക് എന്താ പോസ്റ്റർ ഒട്ടിക്കുന്നിടത്ത് കാര്യം? നമുക്ക് പണിയോ? ഇവനെങ്ങാണ്ട് പോസ്റ്റർ ഉണ്ടാക്കാൻ അറിയാവോ? കിണറിന്റെ വക്ക് പൊട്ടിയ പോലെ ഓരോ പോസ്റ്റർ ഉണ്ടാക്കി വിടും. ഇപ്പൊ ജനറേറ്റ് ചെയ്ത് വരുമ്പോ കണ്ടോണം പോസ്റ്റർ ആയിരിക്കും. ഇതാ മാറ്റർ. കഴിയുമ്പോ വിളിച്ചാ മതി. ചേട്ടാ എന്തായാലും മാറ്റർ വല്ലതും വേണോ? കഴിയുമ്പോ വിളിച്ചാ മതി എന്നല്ലേ പറഞ്ഞേ? ഇപ്പൊ കണ്ടോണം പണി കിട്ടുന്നത്. ചേട്ടാ കഴിഞ്ഞു വേണ്ട പോസ്റ്റർ. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞ? ഞാൻ ഇത് തന്നെ ഉദ്ദേശിച്ചത്. സൂപ്പർ ആയിട്ടുണ്ടല്ലോ. താങ്ക് യു. കിടിലൻ പോസ്റ്റർ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാൻ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞതേ ഇല്ല. പക്ഷെ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച ബാക്ക്ഗ്രൗണ്ട് ചേട്ടൻ മനസ്സിൽ കാണുമ്പോ ഞാനത് മാനത്ത് കാണില്ലേ? ഞാൻ പറയാത്ത മാറ്റർ അതിന്റെ ആടി കയറ്റിയേക്കുന്നു. ഫോട്ടോഷോപ്പായിട്ടുള്ള നിങ്ങളെ പണി എന്തൊക്കെ വേണം? എടാ എന്നെ പഠിക്കാനാണെങ്കിൽ 6 മാസത്തെ കോഴ്സ് എടുക്കണം. പിന്നെ നല്ലൊരു സിസ്റ്റം വേണം. പിന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ പൈസ കൊടുത്ത് വേണം. പോരാണ്ട് 2 ദിവസം വെയിറ്റ് ചെയ്യണം. വലിച്ചോണ്ടിരുന്നു. അവിടെ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കാര്യം കഴിഞ്ഞു. ചുമ്മാ പോടാ. എടാ അവന്റെ അടുത്ത് ചുമ്മാ തട്ടിക്കൂട്ട് പോസ്റ്ററാ. ഒരു പ്രൊഫഷണൽ ടച്ച് ഇല്ല. എനിക്ക് കടല ഓഫർ വെക്കാനോ അല്ലാതെ ഹോർഡിങ്സ് വെക്കാനൊന്നും അല്ല. ഇടില്ല പോസ്റ്റർ കൈ വിടറാ. കാര്യം പിടിക്കേണ്ട ആവശ്യമൊന്നും. ഇത് പണിയാവും. നാരികളെ എങ്ങനെയെങ്കിലും കൂടെ കൂട്ടണം. തെണ്ടികള് നോക്കണം. വേറൊരു ഡിസൈൻ വേണോ? ഇത് മതി. ഒന്നുകൂടെ തട്ടെ. വേറൊരു ഡിസൈൻ. വഴി തനി വഴി വേറെണ്ണോടെ ശകലം കൂടെ. അല്ല ഒന്നുകൂടെ തരാം. വേണ്ട. ഒരെണ്ണോടെ തരാം. ഇതൊന്ന് നോക്ക്. സൂപ്പർ സാധനമാ. അയ്യോ എന്റെ ടെലിഗ്രാമ് ഒന്ന് നോക്ക്. ഇങ്ങോട്ടൊന്ന് നോക്ക്. ഈ ചേച്ചി ഒന്ന് നോക്ക്. എനിക്ക് വയ്യ. ഞാൻ എന്തോ 2 സിനിമ ഡൗൺലോഡ് ചെയ്ത് കണ്ടേ. അത് ഇങ്ങോട്ടൊന്ന് നോക്കോ മോനെ. ഇനി എന്നാടാ നീ ഒന്ന് ആക്ട് ചെയ്യുന്നേ? ഞങ്ങളുടെ പാവപ്പെട്ടവരുടെ അന്നദാതാവായിരുന്നേ നീ. എന്നാലും നിനക്ക് ഗതി വന്നല്ലോടാ. അയ്യോ എന്റെ ഈശ്വരാ. ഇനി ഞാൻ പുതിയ ഇറങ്ങുന്ന സിനിമയൊക്കെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുവേ? ഒന്ന് റിയാക്ട് ചെയ്യേ കുഞ്ഞേ. അയ്യോ അതിന് ചേച്ചി എപ്പോഴും സിനിമ ഡൗൺലോഡ് ചെയ്യുന്നത്? അത് പിന്നെ ഞാൻ ചെയ്യുമെന്ന് തോന്നുന്നു അല്ലേ? ചേച്ചിയിലെ ഇൻസ്റ്റാഗ്രാമിലെ സബ്സ്ക്രിപ്ഷൻ ടെലഗ്രാമിലോട്ടാക്കിയ ആളല്ലേ? മാസം 1000 രൂപ കിട്ടുന്നത്. ഞാൻ അത്ര കാര്യമൊന്നുമല്ല. അയ്യോ എന്റെ അന്നദാതാവേ ഒന്ന് കണ്ണ തുറക്ക്. കണ്ണ തുറക്കുന്നില്ല. പർപ്പിള്. ഞാൻ പഴുപ്പൊന്നുമല്ല. ഞാൻ പിങ്കിള്. ഡ്രസ് കണ്ട അറിയത്തില്ലടാ ഊളെ. ഒന്ന് കണ്ണ തുറക്ക്. അല്ല ചേട്ടനെ എവിടെ കണ്ടുപരിചയം? ഞാൻ അവിടെ ഈ വർഷത്തെ ഇന്ത്യയില് മൊത്തം വേൾഡ് കപ്പ് നമ്മളെ സ്ട്രീം ചെയ്യും. ചേട്ടൻ കാണുന്നത് കൺഗ്രാജുലേഷൻ മേലാ നീ സ്ട്രീം ചെയ്തേക്കരുത്. നാട്ടിലെ കൗണ്ടി ക്രിക്കറ്റ് പോലും ഫുട്ബോൾ പോലും നീ അവന്റെ അമ്മൂമ്മയുടെ സ്ട്രീമിങ് നമ്മളെ ഗോഡ്സയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 20,000 വരെ ഓഫറാണ് ഐഫോണിനൊക്കെ കൊടുക്കുന്നത്. എനിക്കൊരു 17 Pro Max വേണമായിരുന്നു. കാർഡുണ്ടോ? പിന്നെ ഞാൻ ഈ കാർഡിനൊക്കെ 25,000 രൂപ വരെ ഓഫർ ഉണ്ട്. നീ വലിയ ഭാഗ്യവാനാണല്ലോടാ. കൊള്ളാലോ. എന്നാ പിന്നെ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യാം. സമയം കളയണ്ട. എടാ പറയാ ഒരു OTP വന്നിട്ട് ഒന്ന് പറഞ്ഞു തന്നെ. OTP 3421. കൺഗ്രാജുലേഷൻ മോനെ. 2 ദിവസത്തിനുള്ളിൽ വീട് സാധനം വരും. ഓക്കെ അപ്പൊ സന്തോഷമായല്ലോ. ഓക്കെ എന്നാ
ഇനി ആർക്കാണ് വേണ്ടത് കിടന്നു വരൂ. നല്ല ഓഫറുണ്ട്, നല്ല സൂപ്പർ ഓഫറാണ്. 20,000 രൂപ വരെ ഓഫറുണ്ട്. എടാ ഇനി ഞാൻ ഒരു കലക്ക് ഇനി അടുത്ത ദിവസം ഞാൻ ഫോണും കൊണ്ട് അങ്ങോട്ട് വരുത്തുള്ളൂ. പൊളിക്കും ഞാൻ 2 ദിവസത്തിനുള്ളിൽ സാധനം. എന്താ ഏട്ടാ? ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നേ, ആ ഓർഡറേ ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. ചേട്ടാ നമ്മള് ബുക്കും ചെയ്ത് അക്കൗണ്ടിൽ നിന്നൊക്കെ പൈസയും പോയി. അത് കുഴപ്പമില്ല, 2 ദിവസം കഴിഞ്ഞ് പൈസയൊക്കെ വരുവാടാ. അല്ലേട്ടാ ക്യാൻസൽ ആയി പോയി. അല്ലേട്ടാ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഇനി വേറെ കാർഡുണ്ടോ? പിന്നെ ആണെങ്കിൽ ഫ്രണ്ടിന്റെ ഒരു കാർഡുണ്ട്, അത് മതി, അതൊന്ന് ട്രൈ. ഇപ്പൊ തന്നെ ഏട്ടാ. അതാണ് ഇതാ. ശരിക്കും ഇതിനാ ഓഫർ ഉള്ളത്. ഓക്കെ, ബുക്കായിട്ടുണ്ട്. 2 ദിവസം കഴിയുമ്പോഴത്തേന് സാധനം വരും. സന്തോഷമായല്ലോ? ഹാപ്പി ആയല്ലോ? ഹാപ്പി ബർത്ത്ഡേ ഓട്ടോ. എടാ ആദ്യമേ ക്യാൻസൽ ആയി, എന്താ രണ്ടാമത് കിട്ടിയല്ലോ, ക്യാഷ് ബാക്ക് ഒക്കെ ഉണ്ടെന്നാ പറയുന്നത്. എന്താ ചേട്ടാ? മറ്റേത് വീണ്ടും ഒന്ന് ക്യാൻസൽ ആയി പോയിട്ടുണ്ടായിരുന്നു. ചേട്ടാ നിങ്ങളെ സ്റ്റോക്കിൽ നിങ്ങൾ സ്റ്റോക്ക് ഇട്ട് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നേ. ഇമാരൊക്കെ പന്നേന്മാര്. ആര്? ഞാനോ? അല്ല, ഞങ്ങള് വേറെ കാർഡുണ്ട്. ചേട്ടാ ഇപ്പൊ 1,00,000 രൂപ വെച്ച് 2 അക്കൗണ്ടിൽ നിന്ന് പോയി. ഇതെല്ലാം തിരിച്ചു കിട്ടു മോനെ. ഈ പറഞ്ഞ പൈസ ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു കിട്ടും. മോനെ ഒരു കാർഡ് കൊടുത്താടാ. ഒന്ന് പോടാ. ഇയാള് പറഞ്ഞിട്ട് 10 കാർഡിൽ നിന്ന് പൈസ 10,00,000 രൂപ ഇപ്പൊ പോയി. ഇനി ഞാൻ പൈസ തരണോ? എടാ 10 ലക്ഷം അല്ലാതെ പോയിട്ടുണ്ട്. എടാ അത് 2 മാസം കഴിയുമ്പോ കിട്ടുമെന്ന്. 2 മാസം കഴിയുമ്പോ തിരിച്ചു. ഇയാളെ ഫോണും കണ്ടിട്ട് കോപ്പ് വേണം. പോടോ മോനെ, ഒരു കാർഡ് കൂടെ നിനക്ക് പറ്റും, നിന്നെ കൊണ്ടേ സാധിക്കൂ. ഒരു കാർഡ് കൂടെ. എനിക്കങ്ങ് ടെൻഷനും ഡൗട്ടും ഒക്കെ. നീ ചുമ്മാ ടെൻഷനും ഡൗട്ടും അടിക്കാതിരിക്കേ. ഞാൻ ഇല്ലേ ഇവിടെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരത്തില്ലേ നിനക്ക്? എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ എന്റെ അനിയൻ ചെക്കനുണ്ട് യൂട്യൂബ്, അവന്റെ അടുത്ത് എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ മതി, അവൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആയിട്ട് തരും. നീ ചുമ്മാ ഇല്ല കൊച്ചു പിള്ളേരുടെ കൂട്ട് ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കടേ. നീ എന്റെ അടുത്ത് വാ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. മിണ്ടായിരി, എന്റെ അനിയൻ കൂട്ടനുണ്ട്, അവനോട് ചോദിച്ചോളൂ. അവനോട് ചോദിച്ചാൽ മതി കേട്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവൻ ചെയ്തു തരും കേട്ടോ. കേട്ടോടാ, ഇത്രയൊക്കെ പറഞ്ഞു തരും. അതൊരു PDF ആക്കണമെങ്കിലോ ഫയർ ഫോർമാറ്റ് ആക്കണമെങ്കിലോ ഞാൻ തന്നെ വേണ്ടി വരും. കൂടുതൽ കളിക്കല്ലേ, നമ്മള് ലോകത്തെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിനാ കേട്ടോ ഗൂഗിള്. നിന്റെ ഡൗട്ട് ഉണ്ടോ പറ, നമുക്ക് എല്ലാ പ്രോഡക്ട്സും വരുന്നുണ്ട്, അറിയാവോ? നമ്മുടെ പ്രോഡക്ട്സിനകത്ത് വരുന്നല്ലോ, നീ അവനോട് തന്നെ ചോദിച്ചോ.